എന്താണ് ജമ്മും കസറും, എങ്ങനെ ജമ്മും കസറും ആക്കാം, ഇതിന് നിയ്യത്ത് എങ്ങനെ വെക്കണം, ഇത് ഒരുപാട് ആളുകൾക്ക് ഡൗട്ട്സ് ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഇപ്പോൾ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിൽ കാണാൻ പറ്റും, അസ്സഫറു ഖിത്അത്തു മിനൽ അദാബ്, ട്രാവൽ ഈസ് പീസ് ഓഫ് സഫറിങ്. ശരിക്ക് യാത്ര എന്നുള്ളത് സഹനത്തിൻ്റെ പ്രയാസത്തിൻ്റെ ഒരു കഷ്ണമാണെന്നുള്ളത് കാണാം. ശരിക്ക് യാത്രക്കാരനെ ഇസ്ലാം പരിഗണിക്കുന്നതിൻ്റെ ഒരു പേരാണ് ജമ്മും കസറും. അതായത് യാത്ര ചെയ്യുന്ന ആൾ ളുഹർ 4 റക്അത്ത് നിസ്കരിക്കണ്ട, അയാൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ളുഹറിൻ്റെ സമയത്ത് ളുഹർ നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ അസറിൻ്റെ സമയത്ത് നിസ്കരിക്കട്ടെ, അതിൻ്റെ പേരാണ് ജംഅ്. പരിശുദ്ധമായ ഇസ്ലാം അവരെ ഒരു കൺസിഡർ ചെയ്യുന്ന പരിഗണിക്കുന്നതിൻ്റെ ഒരു രൂപം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഒരാൾക്ക് അസർ നിസ്കരിക്കാൻ പറ്റുന്നില്ല, ആ സമയത്ത് എന്തോ ഒരു പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അസറിനെ ളുഹറിൻ്റെ സമയത്തേക്ക് മുന്തിച്ച് ജമ്മാക്കാൻ പറ്റും. ശരിക്കും ജമ്മും കസറും ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് അഫ്ളലായിട്ടുള്ള ഒരു മസ്അല ഇസ്ലാമിൽ. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ളുഹർ 4 റക്അത്ത് തന്നെ നിസ്കരിക്കാം എന്നതിലേറെ കൂലി കിട്ടുന്ന കാര്യമാണ് ശരിക്ക് ളുഹർ കസർ പ്രകാരം 2 ആക്കി നിസ്കരിക്കുക എന്നുള്ളത്. ശരിക്കും ളുഹറും അസറാണ് ഒരു കോംബോ. ളുഹറിനെയും അസറിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തിച്ച് ജമ്മാക്കാൻ പറ്റും. മഗ്രിബും ഇശാ ആണ് അടുത്തൊരു കോംബോ. സുബഹി അങ്ങനെ പറ്റൂല. പക്ഷെ ശരിക്കും നമ്മൾ ഈ ജംഇൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ളുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കുന്ന സമയത്ത് ളുഹറിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ നിയത്ത് വെക്കണം. അതായത് ഞാൻ ളുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കുന്നുണ്ട് എന്ന് നിയത്ത് വെക്കണം.